നമ്മളിന്ന് നല്ലൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത്. കറിവേപ്പിലയാണിത്. കറിവേപ്പില എല്ലാ വീടുകളിലും കാണുമല്ലോ. ഇത് നമ്മുടെ മുടിക്ക് കളർ തരാൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കറിവേപ്പില. മുടി വളരാനും ഹെൽപ്പ് ചെയ്യും, മുടിക്ക് കളർ തരുന്നതുമാണ് കറിവേപ്പില. നമുക്കിതുകൊണ്ട് ഒരു നല്ല ഹെയർ ഡൈ തയ്യാറാക്കാം. ഈ കറിവേപ്പില നന്നായി കഴുകി ഇതിൻ്റെ വെള്ളം തോർന്ന ശേഷം വേണം നമ്മളിങ്ങനെ ഇത് വറുത്തെടുക്കാൻ. ഇത് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുക്കുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ വറുത്ത് വെച്ച് ഈ കറിവേപ്പില നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ഡൈ തയ്യാറാക്കുന്നത് നോക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ തേയിലപ്പൊടിയും, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 സ്പൂൺ തേയിലപ്പൊടിയും 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉണങ്ങി വെച്ചിരിക്കുന്ന മാതളപ്പഴത്തിൻ്റെ തൊണ്ട് ഇട്ട് കൊടുക്കാം. ഒരു മാതളപ്പഴത്തിൻ്റെ തൊണ്ടാണിത്. മാതളപ്പഴത്തിൻ്റെ തൊണ്ട് ഉണങ്ങിയതാകണമെന്നില്ല. ഉണങ്ങിയത് പൊടിച്ച് വേണമെങ്കിലും നമുക്ക് ചേർക്കാം, ഉണങ്ങിയതും ചേർക്കാം. പച്ചയാണെങ്കിലും നമ്മൾ ഉണങ്ങാത്തത്, നമ്മൾ പഴം കഴിച്ച ഉടനെ ഉള്ളതാണേലും ഇങ്ങനെ ഈ തേയില വെള്ളത്തിലേക്ക് ചേർത്ത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഈ മാതളപ്പഴത്തിൻ്റെ തൊണ്ട് നമുക്ക് നമ്മുടെ മുടിക്ക് കളർ തരുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് എപ്പോൾ കിട്ടിയാലും അത് കളയാതെ ഉണങ്ങി വെക്കണം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എല്ലാം ഈ കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് തണുക്കുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കണം, അരിച്ചെടുക്കണം. ഇത് മൈലാഞ്ചി പൊടിയാണ്. ഓരോരുത്തരുടെയും മുടിയുടെ നീളത്തിനനുസരിച്ചുള്ള മൈലാഞ്ചിപ്പൊടി എടുക്കണം. 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില പൊടിച്ച് വെച്ചത് കൂടെ ചേർക്കാം. ഇതിലേക്ക് കാപ്പിപ്പൊടി. ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയല്ല, നാടൻ കാപ്പിപ്പൊടിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താലും മതിയാവും. നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച മാതളത്തൊലിയും ഗ്രാമ്പുവും തേയിലയും കൂടെ ഇട്ട് തിളപ്പിച്ച് ഊറ്റിയതാണിത്. ഇത് ചേർത്തിത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് കട്ടയില്ലാതെ കലക്കി വെക്കണം. കലക്കി 1 മണിക്കൂർ വെച്ച ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഈ മാതളത്തൊലിയും തേയിലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കളയരുത്. ബാക്കിയുണ്ടെങ്കിൽ അത് മുടി കഴുകാൻ വളരെ നല്ലതാണ്. മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടിത് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടാണിത്. നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇത് ഷാമ്പു ചെയ്ത് ഉണങ്ങിയ മുടിയിൽ ഇത് പുരട്ടി 1/2 മണിക്കൂർ വെച്ചാൽ മതി. നല്ല കറുത്ത നിറം കിട്ടും മുടിക്ക്. നരച്ച മുടിയെല്ലാം നല്ല കറുത്ത കളറാവും. ഇത് അപ്ലൈ ചെയ്ത ശേഷം സ്കാൽപ്പും മുടിയും എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. പ്ലാസ്റ്റിക് കവറോ ഷവർ ക്യാപ്പോ ടവലോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇത് അപ്ലൈ ചെയ്ത ശേഷം മുടിയിലിരുന്ന് ഉണങ്ങിപ്പോകാൻ പാടില്ല. ഇത് ഉണങ്ങിപ്പോയാൽ ഇതിൻ്റെ ഗുണമൊക്കെ നമ്മുടെ മുടിയിലേക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് ഉണങ്ങാതെ ഇത് മുടിയിൽ ഇരിക്കത്തക്ക വിധം നമ്മൾ മുടി കവർ ചെയ്ത് വെക്കണം. ഇത് കവർ ചെയ്ത് മുടി ഇത് അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂറിന് ശേഷം
കഴുകിക്കളയാം. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുടിയിലെ നരയെല്ലാം മാറി നല്ല കറുത്ത മുടി കിട്ടും. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.